ശ്രീ എൻ ശ്രീകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രതീക്ഷിച്ച വോട്ടുകൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ലഭിക്കാത്തതിലുള്ള വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ വിജയരാഘവൻ ഇങ്ങനെയൊരു പരാമർശം നടത്തിയത്, അതോ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഒരു പ്രസ്താവനയാണോ? അത് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസും ലീഗുമൊക്കെ ആരോപിക്കുന്നത് പോലെ ഇനി ഭൂരിപക്ഷ വോട്ടുകളിൽ കണ്ണും നട്ടാണ് LDF ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള പരാമർശമാണോ ഇത്? എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? നോക്കൂ മിസ്റ്റർ നമ്പ്യാർ, ശ്രീ വിജയരാഘവൻ ഈ പൊതുയോഗങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങളിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയും അതുപോലെ വാചകങ്ങളൊക്കെ നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. അതൊക്കെ ഒന്നുകിൽ പാർട്ടി അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പാർട്ടി മൗനം പാലിക്കുകയോ ചെയ്യുന്നു. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് CPM-ൻ്റെ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ജയിച്ചത് മുസ്ലിം വർഗീയ വോട്ടുകൾ കൊണ്ടാണ്. അവരുടെ ജാഥയ്ക്ക് മുന്നിലും പിന്നിലും ആരാണ് നിരന്നത്, ഇതൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി പിന്നെ ജയിച്ച് പിന്നെ ഇപ്പം മാറിപ്പോയല്ലോ. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഇത്രയധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് ആ ജയിച്ച സമയത്ത് പാർട്ടിക്കൊരു പ്രസ്താവന ഇറക്കായിരുന്നല്ലോ, പ്രിയങ്ക ഗാന്ധിയുടെ ജയം ഇന്ന കാരണം കൊണ്ടാണ്. പക്ഷെ അന്ന് അവരങ്ങനെ പറഞ്ഞില്ലല്ലോ. അവർ പിന്നീട് ഡൽഹിയിലെ പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വർഗീയ വോട്ടുകൾ നേടി വിജയിച്ച് പാർലമെൻറ്റിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് ഒപ്പം ഞങ്ങൾ സമരം ചെയ്യില്ല എന്ന ഒരു തീരുമാനം എന്താണ് CPM-ന് എടുക്കാൻ വിസമ്മതം? ഇനി അതൊക്കെ പോട്ടെ, ദേശീയ തലത്തിൽ ആ പാർട്ടി ദേശീയ നേതാവാണല്ലോ പ്രിയങ്ക ഗാന്ധി. അപ്പോൾ ദേശീയ തലത്തിൽ ആ പാർട്ടി എന്തുകൊണ്ടാണ് ഇത്തരം ആരോപണം ഉന്നയിക്കാതിരുന്നത്? അല്ലെങ്കിൽ പിന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ചേർന്നല്ലോ, അപ്പോൾ അവരിത് ഉന്നയിച്ചില്ലല്ലോ. ഇടതുമുന്നണി യോഗം ചേരാറില്ല, അതുകൊണ്ട് ഞാനത് വിട്ടുകളയാണ്. അപ്പോൾ ഒരു പൊതുയോഗത്തിലാണോ പാർട്ടി നയം പ്രഖ്യാപിക്കുന്നത്? ഏറ്റവും ദുഃഖകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, വിജയരാഘവൻ പറഞ്ഞത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ നേതാക്കളൊക്കെ ശരിവെക്കുകയാണ്. അപ്പോൾ പാർട്ടി നയം തീരുമാനിക്കുന്നത് ഒരു പൊതുയോഗത്തിലെ പ്രസംഗത്തിൽ വിജയരാഘവനാണോ? സാധാരണ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പാർട്ടി കോൺഗ്രസ്സിൽ അവരുടെ നയം രൂപീകരിക്കുമെന്നാണ്. പാർട്ടി കോൺഗ്രസ്സിന് ശേഷം LDF കൺവീനർ എന്ന് വിജയരാഘവൻ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചില്ലേ LDF-ലേക്ക്? അത് വലിയ വിവാദമായില്ലേ? അതിനുശേഷവും മുസ്ലിം ലീഗിനെ ഇതിനു മുമ്പ് 1987 CPM-ലെ ഒരു ബദൽ രേഖ അവതരിപ്പിച്ചില്ലേ MP രാഘവൻ? അന്ന് MP രാഘവൻ ബദൽ രേഖ അവതരിപ്പിച്ചപ്പം CPM-ലെ ഒരു വിഭാഗം പറഞ്ഞ മുസ്ലിം ലീഗിനെ LDF-ലേക്ക് കൊണ്ടുവരണമെന്നല്ലേ. അപ്പം അന്നൊക്കെ അവർക്കൊരു നയം ഉണ്ടായിരുന്നു. ഇന്നിപ്പം നയമില്ല. എന്താ കാരണം? കേരള CPM-ഉം കേരളത്തിന് പുറത്തുള്ള ദേശീയ തലത്തിലുള്ള CPM നേതൃത്വവും വേറിട്ട് നിൽക്കുകയാണ്. അത് സീതാറാം യെച്ചൂരിയുടെ കാലത്ത് പ്രകടമായിരുന്നു. ഇപ്പം പിന്നെ താൽക്കാലിക സെക്രട്ടറി ആയതുകൊണ്ട് പ്രകാശ് കാരാട്ടിൻ്റെ കാലത്ത് അത്ര രൂക്ഷമായിട്ട് വരുന്നില്ല. അപ്പോൾ ദേശീയ തലത്തിൽ CPM-ന് നയമില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു നയം ഉണ്ടായിരുന്നു, അത് പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന നയമാണ്. ഭരണ കാര്യത്തിൽ കേരളത്തിലെ CPM എടുത്തിരുന്നത് പഠന കോൺഗ്രസ് നടത്തിയിട്ടാണ്, അറിയാമല്ലോ. ഓരോ 3 വർഷം കൂടുമ്പോഴൊക്കെ ഒരു പഠന കോൺഗ്രസ് നടത്തിയിരുന്നു ഭരണപരമായ കാര്യങ്ങൾ എടുക്കാൻ. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം എന്താണ്? അന്നെടുക്കുന്ന തീരുമാനമാണ്. ഇന്നിപ്പോൾ ലീഗിനെ പിന്തുണയ്ക്കുന്ന പറഞ്ഞാൽ പിന്തുണയ്ക്കും, നാളെ ലീഗിനെ എതിർക്കണമെന്ന് തോന്നിയാൽ എതിർക്കും. അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് അവർക്കൊരു നയമില്ലാതെ ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയ നിലപാടിലേക്ക് കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയും പാർട്ടി പോളിറ്റ് ബ്യൂറോയും ഒക്കെ തീരുമാനിക്കുന്ന നയമാണ് CPM കൊണ്ട് നടന്നിരുന്നത്. അതവർ മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയാണെന്ന് ഇന്നേവരെ പറഞ്ഞിട്ടുമില്ല. മുസ്ലിം ലീഗിനെ പുകഴ്ത്തിയിട്ട് മുസ്ലിം ലീഗിനെ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം വന്നപ്പോൾ കോഴിക്കോട്ട് മുസ്ലിം ലീഗിനെ ക്ഷണിച്ചത് ഓർമ്മയില്ലേ നമ്പ്യാർക്ക്? അന്ന് ET മുഹമ്മദ് ബഷീർ ക്ഷണം സ്വീകരിച്ചില്ലേ? എന്നിട്ട് ലീഗ് പങ്കെടുക്കുമോ പങ്കെടുക്കില്ലേ എന്ന സംശയം വന്നപ്പോൾ കോൺഗ്രസിനെ ക്ഷണിച്ചില്ല, മതേതര പാർട്ടിയായ കോൺഗ്രസിനെ ക്ഷണിച്ചില്ല അന്ന് CPM. എന്നിട്ട് ലീഗിനെ ക്ഷണിച്ചു. ആ ലീഗാണ് ഇന്ന് വർഗീയ പാർട്ടിയെന്ന് CPM പറയുന്നത്. ഒരു വർഷമായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മിസ്റ്റർ നമ്പ്യാർ.
അതായത് ഈ പാർട്ടിക്ക് ഇപ്പോൾ നയമില്ല. ഇവിടെ ശ്രീ രാംകുമാർ, ഞാൻ വിചാരിച്ചു വിജയരാഘവൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം പഴയ ചരിത്രം പറയണം. ആ ചരിത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരുപാട് കഥകൾ ഉണ്ടാക്കിയ ചരിത്രമാണ്. നെഹ്റുവിന് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ളതൊക്കെ. അതിപ്പോൾ വല്ലഭായ് പട്ടേലിനെ ഒതുക്കാൻ ശ്രമിച്ചു, രാജേന്ദ്ര പ്രസാദിനെ ഒതുക്കാൻ ശ്രമിച്ചു, ഗാന്ധിജിയെ ധിക്കരിച്ചു, മുസ്ലിം രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ ആ രീതിയിൽ ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ചർച്ച എന്താണ്? ശ്രീ രാംകുമാർ നന്നായിട്ട് രാഷ്ട്രീയം അറിയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലെന്ന ശരിയായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ പക്ഷം നമുക്കറിയാം. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം പ്രമുഖനായ അന്നും അഭിഭാഷകനായിരുന്നല്ലോ. അദ്ദേഹം വാദിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ശ്രീ രാംകുമാർ ഇവിടെ വിവരിക്കേണ്ടിരുന്നത് വിജയരാഘവൻ്റെ പ്രസംഗത്തെക്കുറിച്ചായിരുന്നു. അത് കേരളത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 മാസം കഴിഞ്ഞു. ഈ 3 മാസത്തിൽ ഇന്നവരെ പാർട്ടി പറയാത്ത കാര്യം ഒരു പൊതുയോഗത്തിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ട് ഇന്ന് ഗോവിന്ദ മാഷ് പറയാണ്. അത് വിജയരാഘവൻ പറഞ്ഞ എന്താ തെറ്റ്? ദൂരവ്യാപകമായ ഫലം. എന്ത് ദൂരവ്യാപകം? നാളെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് CPM-നോട് ചോദിക്കുകയാണ്, ഇടത് മുന്നണിയിലേക്ക് ഞങ്ങൾ വരട്ടെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം പറഞ്ഞ് 2 കൈ നീട്ടും. തീർച്ചയായും നോക്കൂ, ഇവരുടെ കൂടെ INL എന്നൊരു ലീഗിൻ്റെ വിഭാഗമുണ്ട്, ഇന്ത്യൻ നാഷണൽ ലീഗ്. ഇബ്രാഹിം സുലൈമാൻ സേട്ട് രൂപം കൊടുത്ത ഇന്ത്യൻ നാഷണൽ ലീഗ് ഇന്ന് അവരുടെ ഒപ്പം ഉണ്ട്. അവരെ ഒരു മന്ത്രിയാക്കി മറ്റേ ദേവർകോവിലിനെ പിന്നീട് മാറ്റി വേറെ കാര്യം. ആ INL-നെ ഇടതുമുന്നണിയിൽ വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് മുസ്ലിം വർഗീയതയെ കുറിച്ചിട്ട്. അപ്പം ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് CPI ഇവർക്ക് വിലയില്ല. മനസ്സിലായല്ലോ മിസ്റ്റർ നമ്പേർ? ഇവരെ കഴിഞ്ഞ 3-4 വർഷം മുമ്പ് ചിന്ത വാരികയിൽ എഴുതിയ എന്താണ്? കേരളത്തിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ട, അതുകൊണ്ട് CPI കൊടിയും ചുരുട്ടി പൊക്കോ എന്ന് ചിന്തയിൽ ലേഖനം എഴുതി. CPM-ന്റെ താത്വിക വാരികയിൽ ലേഖനം എഴുതി. എന്നിട്ട് ആ ലേഖനത്തിനെതിരായി നമ്മളുടെ കാനൻ രാജേന്ദ്രൻ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. അങ്ങനെയുള്ള CPI ഇന്നും നോക്കൂ, CPM-നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ CPI പറയുന്നില്ലല്ലോ മറ്റേ വർഗീയ വോട്ട് കിട്ടിയിട്ടാണ് വയനാട്ടിൽ ജയിച്ചതെന്ന്. അവരുടെ സ്ഥാനാർത്ഥിയല്ലേ തോറ്റത് 2 തവണയും? ആനി രാജയും നമ്മളുടെ സത്യം മൊകേരിയും. അവർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല വർഗീയവാദികളുടെ വോട്ട് കിട്ടിയാൽ ജയിച്ചതെന്നുള്ളത്. അവിടെ ഇലക്ഷൻ കാലത്ത് ഇപ്പോൾ ശ്രീ രാംകുമാർ പറഞ്ഞു പച്ചക്കൊടി ഉപയോഗിക്കാൻ സമ്മതിച്ചില്ലെന്ന്. പച്ചക്കൊടി ഉപയോഗിക്കാതിരുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധി മത്സരിച്ച കാലത്ത് ഒരു തെറ്റായ പ്രചരണത്തിന് ആ കൊടിയെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അത് മാറ്റിയിട്ടുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. ഇത്തവണ പ്രിയങ്ക ഗാന്ധിയുടെ ജാഥയിലും പ്രിയങ്ക ഗാന്ധിയുടെ എല്ലാ കാര്യത്തിലും പച്ചക്കൊടി ഉണ്ടായിരുന്നു ലീഗിൻ്റെ. ഞാൻ പറഞ്ഞ നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തില് എല്ലാത്തിനും തെളിവുണ്ട്. വീഡിയോകൾ എല്ലാ ചാനലുകളും ഇതൊക്കെ പച്ച ബലൂണുകളായിരുന്നു കൂടുതൽ. കേട്ടില്ല. പച്ച ബലൂണുകളായിരുന്നു കൂടുതലെന്ന്, കൊടി ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. അല്ല, പച്ച ബലൂണും ഉണ്ടായിരുന്നു, പച്ചക്കൊടി ഉണ്ടായിരുന്നു. ബലൂൺ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പച്ച ബലൂൺ എന്തിനാ? എന്നാ പിന്നെ ചുവപ്പ് ബലൂൺ കൂട്ടിക്കൂടെ? പച്ച ബലൂൺ ലീഗിന് കാണിക്കാനാണ്. ചുവന്ന ബലൂൺ, വെള്ള ബലൂൺ, പച്ച ബലൂൺ, മഞ്ഞ ബലൂൺ ഒക്കെ ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ കളറായിട്ടൂടെ ഉണ്ടല്ലോ കേരളത്തിൽ. കംപ്ലീറ്റ് ചുവപ്പാണെങ്കിൽ അത് മുസ്ലിം, CPM. കംപ്ലീറ്റ് പച്ചയാണെങ്കിൽ അത് ലീഗ്. അതിലൊന്നും ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ നിസ്സാര കാര്യം മിസ്റ്റർ നമ്പ്യാർ. ഞാൻ പറയുന്ന ഗൗരവമുള്ള കാര്യമാണ്. വിജയരാഘവൻ പറഞ്ഞത് പാർട്ടിയുടെ നയമായിട്ട് ഗോവിന്ദ മാഷ് ഇന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗോവിന്ദ മാഷ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ UDF-ന്റെ ഘടകകക്ഷികളായിട്ട് ജമാഅത്ത് പാർട്ടിയെ കൂട്ടുന്നു എന്നൊക്കെയാണ്. ഈ ജമാഅത്ത് പാർട്ടി മിസ്റ്റർ നമ്പ്യാർ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ PT കുഞ്ഞുമുഹമ്മദിനെ പിന്തുണ കൊടുത്തു. തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിന് ശ്രീ ജോർജിന് പിന്തുണ കൊടുത്തു നമ്മുടെ ജമാഅത്ത്. ഒരു ഘട്ടത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ 20 മണ്ഡലങ്ങളിലും പിന്തുണ കൊടുത്തു. ഇതൊക്കെ CPM വാങ്ങിച്ചതാ. അവരെന്നിട്ട് ഇവരെ വിശ്വാസം ഇല്ലാണ്ടായി. CPM-നെ വിശ്വാസം ഇല്ലാതായപ്പോഴാണ് അവർ മാറിപ്പോയത്. ഇപ്പോൾ അവർ വർഗീയ പാർട്ടിയായി, UDF-ന്റെ ഘടകകക്ഷിയായി. പക്ഷെ ഇതൊന്നും ഏശിയില്ലല്ലോ, പാലക്കാട് അടക്കം ഏശിയില്ലല്ലോ. അതെ.